ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സോഷ്യലിസം പറഞ്ഞ് സോഷ്യലിസത്തിൻ്റെ ഐഡിയോളജിയും അത് പ്രാക്ടിക്കലി വരുത്തുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ സോഷ്യലിസമാണ്. ക്രിസ്ത്യാനിറ്റി എങ്ങനെ സോഷ്യലിസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ള വിഷയമാണ് നമ്മളിനി അടുത്ത ടോപ്പിക്കിൽ ചർച്ച ചെയ്യുന്നത്. ഒരു പരിധിവരെ ക്രിസ്ത്യാനിറ്റിയും സോഷ്യലിസം എന്ന ആശയത്തെ മുറുകെ പിടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സോഷ്യലിസവും ക്രിസ്ത്യാനിറ്റിയും തമ്മിൽ എന്ത് ബന്ധം എന്നുള്ളതാണ് നമ്മൾ ഈ ഭാഗത്ത് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. Christian socialism is a religious and political philosophy that blends Christianity and socialism, endorsing left-wing economics on the basis of Holy Bible and the teachings of Jesus Christ. ക്രിസ്ത്യൻ സോഷ്യലിസം എന്ന് പറയുന്ന വിഭാഗം തന്നെ ചർച്ച ചെയ്യുന്നത് ക്രിസ്ത്യാനിറ്റിയും സോഷ്യലിസവും എങ്ങനെ മെർജ് ചെയ്ത് കിടക്കുന്നു, അതായത് രണ്ടും തമ്മിലുള്ള ഇൻ്റർ കണക്ഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ പ്രധാനമായിട്ടും ഈ ചർച്ചയിലെ ഒരു ഭാഗം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ആശയങ്ങൾ സോഷ്യലിസവുമായിട്ട് എങ്ങനെ ചേർന്ന് പോകുന്നു, അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളിൽ അത് കോൺടാക്റ്റിൽ വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇനി കാണാനായിട്ട് പോകുന്നത്. ക്രിസ്ത്യൻ സോഷ്യലിസം became a major movement in the United Kingdom from the middle of the 19th century. It attempted to apply the social principles of Christianity to modern industrial life. The term was generally associated with the demand of Christian activities for a social program of political and economical action on behalf of all individuals, impoverished or wealthy. Many Christian socialists believed that capitalism was adulterous and rooted in the sin of greed. Christian socialists identified that the cause of inequality was the greed and they associated it with capitalism. Christian socialism stressed the practical rather than the dogmatic side of Christianity. അപ്പോൾ ഇവിടെ വളരെ കൃത്യമായിട്ട് പറയാണ്, സോഷ്യലിസവും ക്രിസ്ത്യാനിറ്റിയും വളരെയധികം അടുത്ത് ബന്ധപ്പെട്ട് കിടക്കുന്നു. അടുത്ത് ബന്ധപ്പെട്ട് കിടക്കുന്നതിൻ്റെ കാരണം ക്രിസ്ത്യാനിറ്റി ആവശ്യപ്പെടുന്നതും ഉദ്ദേശിക്കുന്നതും എല്ലാവരുടെയും എംപവർമെൻ്റാണ്, എൻറ്റയർ സൊസൈറ്റിയുടെ തന്നെ എംപവർമെൻ്റാണ്. ക്രിസ്ത്യാനിറ്റിയും പറയുന്നത് അത് തന്നെയാണ്, ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ. എങ്കിൽ മാത്രമേ അവിടെ ഒരു ഈക്വാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. ആ ഈക്വാലിറ്റി ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി കൂടുതലുള്ളവൻ ഇല്ലാത്തവന് ഷെയർ ചെയ്യാം. ഇത് തന്നെയാണ് സോഷ്യലിസ്റ്റ് ഐഡിയോളജി എന്ന് പറയുന്നത്. നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഇല്ലാത്തവരുമായിട്ടത് ഷെയർ ചെയ്യുന്ന മെൻറ്റാലിറ്റി. ഇവിടെ ക്രിസ്ത്യാനിറ്റി പറയുകയാണ്, വളരെ അസൂയയുള്ള അല്ലെങ്കിൽ കൂടുതലായിട്ട് അത്യാഗ്രഹമുള്ള ആൾക്കാരുണ്ടായതാണ് ഒരുപക്ഷെ ക്യാപിറ്റലിസം ഇത്രയധികം പടർന്നു പിടിക്കാനുള്ള കാരണം. ക്യാപിറ്റലിസത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വന്തമായിട്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കൂടുതൽ ഉണ്ടാക്കണം എന്നുള്ള അവരുടെ ആ ഒരു ആഗ്രഹമാണ്. എനിക്ക് മാത്രം ഉണ്ടാവണം, എനിക്ക് കൂടുതലായിട്ട് എന്തുണ്ടാക്കാം, ഇങ്ങനെയുള്ള ചിന്തകളാണ് അവരെ ഇത്തരത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ആശയമാണ് ക്രിസ്ത്യാനിറ്റിയും ഏറെക്കുറെ ഷെയർ ചെയ്യുന്നത്. ആരും അത്യാഗ്രഹമുള്ളവരായിട്ട് മാറരുത്, നമുക്ക് ലഭിക്കുന്ന പോലെ മറ്റുള്ളവർക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ട ഉത്തരവാദിത്തം നമ്മുടേതാണെന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം. The term Christian socialism was first appropriated by a group of British men including John Malcolm Ludlow and others, who founded a movement that took shape in England immediately after the failure of Christian agitation of 1848. J.M. Ludlow, Frederick Denison, Maurice, Charles Kingsley, John Ruskin, Thomas Hughes were the leaders of Christian socialism in England.
Kingsley and Maurice were clergymen, and they started clubs for working men and boys in London. Kingsley wrote several novels in order to impress his countrymen with the evils of industrialism. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ ഇത്തരത്തിലൊരു ചാർട്ടിസ്റ്റ് അജിറ്റേഷൻ്റെ ഭാഗമായിട്ട് 1848 ഒരു പുതിയ വിഭാഗം രൂപീകരിക്കാനായിട്ട് തയ്യാറാവുകയാണ്. അവരാരൊക്കെയാണെന്നുള്ളത് ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ചേർന്ന് ശ്രമിക്കുകയാണ് എങ്ങനെയെങ്കിലും ക്രിസ്ത്യൻ സോഷ്യലിസം എന്ന ആശയം ജനങ്ങളുടെ ഉള്ളിലേക്ക് എത്തിക്കാനായിട്ട് അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു ശ്രമം നടത്തുകയാണ്. ഈ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നത് ഇൻഡസ്ട്രിയലിസം കൊണ്ടുണ്ടായിട്ടുള്ള സമൂഹത്തിലെ അനീതികളെ, തിന്മകളെ ചൂണ്ടിക്കാണിക്കും. അതാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. കിങ്സ്ലെ ചെയ്തത് അതാണ്. കിങ്സ്ലെ wrote several novels in order to impress his countrymen with the evils of industrialism, which he thought could only be cured by practical Christianity. ഇവിടെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയാണ്, നിങ്ങൾ നേരിടുന്ന ഈ അനീതികളും ഉച്ചനീചിത്വങ്ങളും നീക്കണമെങ്കിൽ ക്രിസ്ത്യാനിറ്റി അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ കൊണ്ടുവരാനായിട്ട് പറ്റണം. ക്രിസ്തു എന്താണോ പറഞ്ഞ ക്രിസ്ത്യാനിറ്റി അത് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റണം. എങ്കിൽ മാത്രമേ ഈ സമൂഹത്തിലെ തിന്മകളെ, അനീതികളെ മറികടക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ഇതാണ് കിങ്സ്ലെ പറഞ്ഞു വെച്ചത്. ഇൻ അസ്യൂമിങ് the name Christian socialism, they did not propose an economic doctrine or program of reform, but the science of partnership. They held that Christianity looked to a society in which people would work cooperatively together. അപ്പോൾ ഇവർ പറയാണ്, ഇവിടെ നമുക്ക് വേണ്ടത് ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള പ്രവർത്തനമല്ല, ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ്. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് കൂട്ടായ്മയിൽ അധിഷ്ഠിതമായിട്ടുള്ള മതവിശ്വാസമാണ്. ഒരാൾ ഒറ്റയ്ക്ക് നിന്ന് സമ്പാദിക്കുന്നതിനേക്കാൾ ഉപരി ഒരു സമൂഹം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം എന്ന് ആവശ്യപ്പെടുന്ന വിശ്വാസമാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്രിസ്ത്യാനിറ്റിയെ മുറുകെ പിടിച്ചാൽ മാത്രമേ സമൂഹത്തിൽ നന്മ നിലനിർത്താൻ കഴിയുകയുള്ളൂ എന്നുള്ള ചിന്ത, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഔട്ട്കമാണ് ഇവരെ പലരെയും ക്രിസ്ത്യൻ സോഷ്യലിസം എന്ന ആശയം മുന്നോട്ട് വയ്ക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നു. കോമ്പറ്റീഷൻ വാസ് ഹെൽഡ് ടു ബി എ ഡീനിയൽ ഓഫ് വാട്ട് ദ ചർച്ച് ബിലീവ്ഡ്. മൗറിസ് പ്രപ്പോസ്ഡ് കോപ്പറേറ്റീവ് വർക്കേഴ്സ് യൂണിയൻ ആൻഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. Their general purpose was to vindicate for the kingdom of Christ and its true authority over the realms of industry and trade. ഇവിടെ പറയാണ്, ദൈവത്തിൻ്റെ സ്വർഗരാജ്യം ഭൂമിയിലേക്ക് ഇറങ്ങി വരേണ്ട ഒരു ആവശ്യകതയെക്കുറിച്ചിട്ടാണ് ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ക്രിസ്ത്യൻ സോഷ്യലിസം എന്ന ആശയത്തിലൂടെ അവർ ചർച്ച ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ വളരെ ലൈറ്റായിട്ട് മാത്രമേ ക്രിസ്ത്യൻ സോഷ്യലിസം എന്ന ആശയത്തെക്കുറിച്ച് പറയുന്നുള്ളൂ. കാരണം യഥാർത്ഥ സോഷ്യലിസം ക്രിസ്ത്യാനിറ്റിയിൽ നിന്നുണ്ടായതാണെന്നും ക്രിസ്ത്യാനിറ്റി യഥാർത്ഥ സോഷ്യലിസം എന്ന ആശയത്തിൽ നിന്നുണ്ടായതാണെന്നും പല രീതിയിലുള്ള ഒബ്സർവേഷൻസ് പലയിടത്തും നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് അല്ലെങ്കിൽ വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. രണ്ടും ഈക്വലി ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ എന്ന് പറയാവുന്ന പോലെ ഉള്ള കാര്യങ്ങളാണ്. അപ്പം അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്നില്ല. ഇനി നമ്മൾ അടുത്തൊരു ടോപ്പിക്കിലേക്കാണ് കിടക്കുന്നത്. ഒരു പക്ഷേ ലോകത്ത് ഇത്രയുമേൽ സ്വാധീനം ചെലുത്തിയ അല്ലെങ്കിൽ ലോകത്ത് ഒരുപാട് രാജ്യങ്ങളുടെ തന്നെ നിലനിൽപ്പിനെയും ഉയർച്ചയെയും സഹായിച്ച ഒരു ടോപ്പിക്കാണ് മാർക്സിയൻ സോഷ്യലിസം. ഇനി മാർക്സ് എന്താണ് സോഷ്യലിസം എന്ന ആശയത്തിലൂടെ പറയാൻ ശ്രമിച്ചത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഭാഗത്ത് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മളിനി ചർച്ച ചെയ്യാൻ പോകുന്ന അടുത്ത വിഷയം മാർക്സിയൻ സോഷ്യലിസം. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു മാർക്സിനെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. കാൾ മാർക്സ് എന്താണ് ലോകത്തിന് സംഭാവന ചെയ്തത്, എന്താണ് മാർക്സിൻ്റെ ഐഡിയോളജി,
നമുക്കതൊന്ന് ചർച്ച ചെയ്യാം. The 19th century England was a fertile land for the growth of socialist ideas. The Christian socialism and utopian socialism had already taken momentum in England. അപ്പോൾ 2-3 തരത്തിലുള്ള സോഷ്യലിസം ഒക്കെ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഉട്ടോപ്യൻ സോഷ്യലിസം, തോമസ് മോറിൻ്റെ പുസ്തകം എന്താണ് പറഞ്ഞതെന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അതിനുശേഷം ക്രിസ്ത്യൻ സോഷ്യലിസം, സോഷ്യലിസത്തിൻ്റെ തന്നെ മറ്റൊരു വിഭാഗം എന്ന് വിളിക്കാവുന്ന ക്രിസ്ത്യൻ സോഷ്യലിസം, അതെന്താണ് ചർച്ച ചെയ്തതെന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ്. ഈക്വലായിട്ട് ഷെയർ ചെയ്യുക, ആ ഷെയറിങ് മെൻറ്റാലിറ്റിയെ കുറിച്ചിട്ടാണ് ഈ പറയുന്ന ക്രിസ്ത്യൻ സോഷ്യലിസം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ടുള്ളൊരു ചിന്താഗതിയാണ്, ആശയമാണ് മാർക്സിയൻ സോഷ്യലിസം മുന്നോട്ട് വയ്ക്കാനായിട്ട് പോകുന്നത്. ബട്ട് ദേ കുഡ് നോട്ട് പുട്ട് ഫോർവേഡ് എ സയൻറ്റിഫിക് ആൻഡ് കൺവിൻസിങ് മെത്തേഡ് ഫോർ ഇറാഡിക്കേറ്റിംഗ് ക്യാപിറ്റലിസം. പക്ഷെ ഇവർക്കൊന്നും കൃത്യമായിട്ടൊരു ആശയം മുന്നോട്ട് വയ്ക്കാൻ പറ്റിയില്ല. എങ്ങനെ ക്യാപിറ്റലിസത്തിൻ്റെ ദോഷഫലങ്ങളാണ് നമ്മളിപ്പോൾ ഈ അനുഭവിക്കേണ്ടി വരുന്നത്. ചൈൽഡ് ലേബർ, അതുപോലെ തന്നെ വിമണിന് വളരെ മോശമായിട്ടുള്ള ജീവിതാവസ്ഥകൾ, പണിയെടുക്കുന്ന അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് ഉപജീവനം നടത്താനുള്ള വക പോലും കണ്ടെത്താൻ കഴിയാതിരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ക്യാപിറ്റലിസത്തിൻ്റെയും ഇൻഡസ്ട്രിയലിസത്തിൻ്റെയും ഭാഗമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളതാണ്. പക്ഷേ ഇതിനെങ്ങനെ മറികടക്കാം, ഇതിനെന്താണ് പകരം ഒരു പോം വഴി, ഇതിനെക്കുറിച്ചിട്ട് ആരും ഡിസ്കസ് ചെയ്യുന്നില്ല. ആ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഈ പറയുന്ന മാർക്സിയൻ സോഷ്യലിസത്തിൻ്റെ ഇമ്പോർട്ടൻസും പ്രാധാന്യവും കടന്നു വരുന്നത്. Their socialism was mild and evolutionary. Their views and methods were vehemently criticized by many social thinkers and revolutionaries of the 19th century. The most important challenge to utopian socialism came from Karl Marx. Along with his lifelong companion Friedrich Engels, Marx laid the foundation for scientific socialism. The theory of socialism developed by Marx and Engels is called communism or scientific socialism. ഇവിടെ പുതിയൊരു ആശയം രൂപമെടുക്കുകയാണ്. ഇതുവരെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതി. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള സോഷ്യലിസ്റ്റ് ചിന്താഗതി കടന്നു വരുന്നതെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം മാർക്സും എംഗൽസും സോഷ്യലിസം എങ്ങനെ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യാം, സമൂഹത്തിൽ എങ്ങനെ നിലവിൽ കൊണ്ടുവരാം എന്നുള്ള ചിന്തയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ആശയം മുന്നോട്ട് വരുന്നത്. ഇവരെ രണ്ടുപേരുടെയും കൂട്ടായിട്ടുള്ള പരിശ്രമമാണ്. മാർക്സ് ഒറ്റയ്ക്ക് വിചാരിച്ചുകൊണ്ടോ എംഗൽസ് ഒറ്റയ്ക്ക് വിചാരിച്ചതുകൊണ്ടോ ഇത്തരത്തിലൊരു ആശയം പുറത്തു വരില്ല. ഇവിടെ രണ്ടുപേരും തീവ്രമായി ചിന്തിച്ചു എങ്ങനെ ഇതിനൊരു പരിഹാരം കണ്ടെത്താം. ആ ഒരു ചിന്തയിൽ നിന്നാണ് ഇത്തരത്തിലൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള സോഷ്യലിസ്റ്റ് ഐഡിയോളജി മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഈ സയൻറ്റിഫിക് സോഷ്യലിസത്തിൽ വളരെ കൃത്യമായിട്ട് എങ്ങനെ ഇത് അപ്ലിക്കബിൾ ആക്കാം, എന്താണ് ഇതിൻ്റെ നേട്ടം, അതിലൂടെ ആർക്കൊക്കെ നേട്ടമുണ്ടാക്കാം തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യാനായിട്ട് ഇതൊരു അവസരം ഒരുക്കി കൊടുക്കുക. അപ്പോൾ മാർക്സ് ഒറ്റയ്ക്കല്ല തിയറി ഉണ്ടാക്കിയിട്ടുള്ളത്. കമ്മ്യൂണിസം എന്ന് വിളിക്കുന്ന, സയൻറ്റിഫിക് സോഷ്യലിസം എന്ന് വിളിക്കുന്ന ഈ ആശയം മാർക്സിൻ്റെ മാത്രമല്ല. മാർക്സിൻ്റെ ഒപ്പം നിന്ന് ഈ ആശയത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് ഇതിന് കൂട്ടുനിന്ന മറ്റൊരു വ്യക്തിയാണ് എംഗൽസ്. ഫ്രെഡറിക് എംഗൽസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എംഗൽസ് ഒരു ഇൻഡസ്ട്രിയലിസ്റ്റാണ്, ഒരു ക്യാപിറ്റലിസ്റ്റാണ്. എന്നിരുന്നാൽ പോലും തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങളെക്കുറിച്ചും അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായിട്ട് ബോധ്യമുള്ള വ്യക്തിയായിരുന്നു ഫ്രെഡറിക് എംഗൽസ്. അതുകൊണ്ടാണ് കാർൾ മാർക്സിൻ്റെ തിയറിയുമായിട്ട് ചേർന്ന് നിൽക്കാനും കമ്മ്യൂണിസം എന്ന ആശയത്തിന് രൂപം കൊടുക്കാനും എംഗൽസിന് സാധിച്ചത്. അപ്പോൾ എങ്ങനെയാണ് ഇവർ ഈ ആശയത്തെ ഡെവലപ്പ് ചെയ്തത്, എങ്ങനെയാണ് ഈ ആശയം
പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് നമ്മളിനി ചർച്ച ചെയ്യുന്നത്. അതിന് മുൻപായിട്ട് കാൾ മാക്സ് ആരാണ്, എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ചെറിയൊരു എന്താ പറയുക, നിങ്ങൾക്കൊരു ഡിസ്ക്രിപ്ഷൻ തരിക. കാൾ മാക്സ്, കാൾ ഹെൻറിച്ച് മാക്സ്, the father of scientific socialism, was born at Trier in Western Germany as the son of a Jewish lawyer. ജൂവിഷ് ലോയറുടെ മകനായിട്ട് ജർമ്മനിയിലാണ് അദ്ദേഹത്തിൻ്റെ ജന്മം. പിന്നെ എങ്ങനെയാണ് ജർമ്മനിയിൽ നിന്ന് അദ്ദേഹം ഇങ്ങോട്ട് മാറിയത് എന്നുള്ളതാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയം. അതിലേക്ക് നമ്മൾ കടന്നു വരുന്നുള്ളൂ. മാക്സ് സ്റ്റഡീഡ് ലോ ഇൻ ബൂൺ ആൻഡ് ബെർലിൻ. ആളും ആദ്യം പഠിച്ചത് നിയമം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ അഡ്വക്കേറ്റ് ആയതുകൊണ്ട് അദ്ദേഹവും ആ വിഷയം തന്നെ ആദ്യം പഠനത്തിനായിട്ട് തിരഞ്ഞെടുത്തു. അറ്റ് ബെർലിൻ ഹി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു ദ ഫിലോസഫി ഓഫ് ഹെഗൽ. He became involved in radicalism at a young age through the young Hegelians. ഹെഗൽസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ റാഡിക്കൽ തിങ്കിങ്. എന്താ റാഡിക്കൽ? യുക്തിപരമായിട്ടുള്ള ചിന്തകൾ, റാഷണൽ തിങ്കിങ്ങിൻ്റെ മറ്റൊരു വശം. അത്തരത്തിൽ ഹെഗൽ എന്നൊരു വ്യക്തി ആശയം മുന്നോട്ട് വെച്ചപ്പോൾ അതിനെ കൂട്ടുപിടിച്ച് ആ ആശയത്തിൽ വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ വക്താവാനായിട്ട് മാക്സ് തയ്യാറായി. A group of students who criticized the political and religious establishment of the day. Max received his doctorate from the University of Jena in 1841. 1841 അദ്ദേഹം ജന എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റ് കരസ്ഥമാക്കി. His radical beliefs prevented him from securing a teaching job, and so he took a job as a journalist and later became editorial of Range Sweater, a liberal newspaper in Cologne. ജർമ്മനിയിൽ തന്നെ അദ്ദേഹത്തിന് PhD ഉള്ളതുകൊണ്ട്, ഡോക്ടറേറ്റ് ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ അധ്യാപന ജീവിതത്തിലേക്ക് കടക്കാമായിരുന്നു. പക്ഷെ അധ്യാപനമല്ല അദ്ദേഹത്തിൻ്റെ ഇഷ്ടം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് താല്പര്യമുള്ള മേഖല അതല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം സ്വയം മറ്റൊരു മേഖലയിലേക്ക് വഴിമാറുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു ജേർണലിസ്റ്റായിട്ട് മാറുകയും ആ ജേർണലിസത്തിലൂടെ അദ്ദേഹത്തിന് സൊസൈറ്റിയോട് പറയാനുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. മാക്സ് ആൻഡ് ഹിസ് വൈഫ് ജെന്നി മൂവ്ഡ് ടു പാരീസ്, എ ഹോട്ട് ബെഡ് ഓഫ് റാഡിക്കൽ തോട്ട്. റാഡിക്കാലിസം വളരെയധികം അദ്ദേഹത്തിൻ്റെ രക്തത്തിലേക്ക് അലിഞ്ഞു ചേർന്ന കാലഘട്ടത്തിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വൈഫും കൂടി റാഡിക്കൽ തിങ്കിങ്ങിന് പറ്റിയ ഏരിയ അല്ലെങ്കിൽ പറ്റിയ രാജ്യം ജർമ്മനി അല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പാരീസിലേക്ക്, ഫ്രാൻസിലേക്ക് ചുവടുമാറുകയാണ്. അവരവരുടെ താമസം പാരീസിലോട്ട് മാറ്റുന്നു. There he became a revolutionary communist and befriended his lifelong collaborator ഫെഡറിക് ഏംഗൽസ്. പാരീസിൽ വെച്ചിട്ടാണ് അദ്ദേഹം റാഡിക്കൽ തിങ്കിങ് ഒക്കെ വിട്ട് ഒരു എക്സ്ട്രീം റെവല്യൂഷണറി കമ്മ്യൂണിസം എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നു. അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിന് ഈ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ചിന്ത അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. പാരീസിൽ വെച്ച് തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത്. ഒരുപക്ഷെ ഫെഡറിക് ആംഗൽസിനൊപ്പമായിരിക്കും. ആംഗൽസ് എന്ന് പറയുന്ന ക്യാപിറ്റലിസ്റ്റ് അദ്ദേഹത്തിന് കൊടുത്ത പിന്തുണ ഈ റെവല്യൂഷണറി കമ്മ്യൂണിസം എന്ന ആശയത്തെ അദ്ദേഹം ഏറ്റെടുക്കാൻ തയ്യാറായതുകൊണ്ടാണ് കാൾ മാക്സിന് മികച്ച രീതിയിൽ ഈ ഒരു ആശയം സമൂഹത്തിന് മുൻപിലേക്ക് വെക്കാനായിട്ട് കഴിഞ്ഞത്. എക്സ്പെൽഡ് ഫ്രം ഫ്രാൻസ്, മാക്സ് സ്പെൻഡ് 2 years in Brussels, where his partnership with Engels intensified. അപ്പോൾ ഈ ഒരു റെവല്യൂഷണറി കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി മുന്നോട്ട് വെച്ചതുകൊണ്ട് തന്നെ ഏംഗൽസും മാക്സും പാരീസിൽ നിന്ന് പുറത്താക്കപ്പെട്ടു.
അവർ മറ്റൊരു സ്ഥലത്ത് പോയി ഇതേ ആശയം എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കണം, ഇതെങ്ങനെ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചു. ദേ co-authored the pamphlet The Communist Manifesto. നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള പുസ്തകം. അവരാദ്യമായിട്ട് ഇറക്കിയ അവരുടെ ലഘുലേഖയാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ 1848. 1848 ഈ ആശയം അവരാദ്യമായിട്ട് മുന്നോട്ട് വച്ചത്. ആൻഡ് asserted that all human history had been based on class struggle and this would ultimately disappear with the victory of the proletariat. അപ്പോൾ ഇവിടെ ആശയം മുന്നോട്ട് വയ്ക്കുന്നത് പ്രോളിറ്റേറിയറ്റ്സ്, അതായത് പണിയെടുക്കുന്നവൻ്റെ, അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളൊക്കെ തന്നെ അവർക്ക് ലഭിക്കത്തക്ക രീതിയിലുള്ള പുതിയൊരു ആശയമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. In 1849, Marx moved to London, where he was to spend the remainder of his life. For a number of years, his family lived in poverty, but wealthier Engels was able to support them to an increasing extent. അപ്പോൾ ഈ ആശയമായിട്ട് അദ്ദേഹം ലണ്ടനിലേക്ക് മൂവ് ചെയ്തു. വളരെ ശക്തമായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മികച്ചൊരു ഭാഗം അദ്ദേഹം സ്പെൻഡ് ചെയ്തത് ഈ ആശയത്തെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ അങ്ങനെ ആശയത്തിന് കൂട്ടുപിടിച്ച് അദ്ദേഹം മുന്നോട്ട് പോയപ്പോൾ അദ്ദേഹത്തിന് സംഭവിച്ച ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ നല്ല രീതിയിൽ നോക്കാൻ കാൾ മാർക്സിന് കഴിയാതെ പോയി. കാരണം അദ്ദേഹം ഈ ആശയത്തിൻ്റെ പിന്നാലെയായിരുന്നു. പണിയെടുത്ത് പൈസ ഉണ്ടാക്കി വലിയ കോടീശ്വരനാവാനൊന്നും അദ്ദേഹം ശ്രമിച്ചില്ല. അദ്ദേഹം ഈ ആശയത്തിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ എല്ലായിടത്തേക്കും എത്തുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ ലൈഫിനെ, അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ സാരമായിട്ട് ബാധിച്ചു. അപ്പോൾ അതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട് അദ്ദേഹം ശക്തമായിട്ട് ചിന്തിക്കുന്നുണ്ട്. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഫെഡറിക് എയ്ംഗൽസ് ഒരു പരിധി വരെയെങ്കിലും അദ്ദേഹത്തിനെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വരുന്നതും അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടി തന്നെ കാൾ മാർക്സിന് അദ്ദേഹത്തിൻ്റെ ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നു. ഗ്രാജുവലി മാർക്സ് എമേർജ്ഡ് ഫ്രം ഹിസ് പൊളിറ്റിക്കൽ ആൻഡ് സ്പിരിച്വൽ ഐസൊലേഷൻ ആൻഡ് പ്രൊഡ്യൂസ്ഡ് ഹിസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബോഡി ഓഫ് വർക്ക്, ദാസ് ക്യാപിറ്റൽ. ദാസ് ക്യാപിറ്റൽ അഥവാ ദി ക്യാപിറ്റൽ എന്ന് പറഞ്ഞാലും രണ്ടും സെയിം ആണ്. കാരണം ദാസ് എന്ന വാക്ക് ജർമ്മനിൽ എഴുതുന്നത് നമ്മളുടെ ഇംഗ്ലീഷിലെ THE ദി എന്ന വാക്കിന് പകരമാണ് ദാസ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ക്യാപിറ്റൽ പിന്നെ അറിയാം, മൂലധനം. ക്യാപിറ്റൽ എന്തുകൊണ്ട് ഇത്രമേൽ ഇമ്പോർട്ടൻസ് നേടുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചിന്തയാണ് അദ്ദേഹത്തിൻ്റെ ദാസ് ക്യാപിറ്റൽ എന്ന പുസ്തകം. The first volume of this Bible of the Working Class was published at Berlin in his lifetime, 1867. വീണ്ടും ജർമ്മനിയിൽ പോയി ബെർലിനിൽ വെച്ച് അദ്ദേഹം വീണ്ടും പുസ്തകം എഴുതുകയാണ്. ദാസ് ക്യാപിറ്റൽ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ ബൈബിൾ എന്ന് വിശ്വസിക്കപ്പെടുന്ന പുസ്തകമായിട്ട് പിന്നീട് ദാസ് ക്യാപിറ്റൽ മാറുകയാണ്. പോവർട്ടി ഓഫ് ഫിലോസഫി, The Civil War in France, and The Critic of Political Economy are other important works of Karl Marx. അതിലെ പോവർട്ടി ഓഫ് ഫിലോസഫി അത് അദ്ദേഹത്തിൻ്റെ ജീവിതവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പുസ്തകം തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഫാമിലി ഒരുപാട് സമയം അനുഭവിച്ചിട്ടുള്ളത് ഈ പറയുന്ന ദാരിദ്ര്യം തന്നെയാണ്. അപ്പോൾ അതിനെ മറികടക്കുക എന്ന് പറയുന്നതിനെ കുറിച്ചിട്ട് അദ്ദേഹം തന്നെയാണ് സംസാരിക്കാൻ കഴിയുള്ളൂ. കാരണം അദ്ദേഹം അത്രമേൽ അത് ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഓൺ 14th March 1883 കാൾ മാർക്സ് ഡൈഡ് അറ്റ് ലണ്ടൻ. വീണ്ടും ലണ്ടനിൽ വെച്ച് തന്നെ അദ്ദേഹം 1853 ഈ ലോക ജീവിതത്തോട് വിട പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് വർക്കാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. നമ്മൾ ആദ്യം കണ്ടിരുന്നു, പാംപ്ലെറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടിരുന്നു. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ളത്
നിർവചിക്കുന്ന പുസ്തകമാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. അവൻ്റെ ജീവിതത്തിൻ്റെ മാനിഫെസ്റ്റോയാണ്. ആപ്തവാക്യം തന്നെ ഇതാണ്. എന്താണ് ആ പുസ്തകത്തിലൂടെ അദ്ദേഹം പറയാനായിട്ട് ശ്രമിച്ചതെന്നുള്ളതാണ്. മാർക്സ് ഡെവലപ്ഡ് ഹിസ് തിയറി ബൈ സിന്തസൈസിങ് ഹെഗൽസ് ഡയലക്റ്റിക്സ്, ഫ്രഞ്ച് സോഷ്യലിസ്റ്റ് ഐഡിയാസ് ആൻഡ് ദി ആന്ത്രോപോളജിക്കൽ മെറ്റീരിയലിസം of Ludwig Feuerbach, the German philosopher. He was also influenced by the political economy of Britain. Both Marx and Engels actively associated with the secret international organization of radical workers called Communist League. അപ്പോൾ അദ്ദേഹം ഒരു ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്തു. ആ ഗ്രൂപ്പിന് അദ്ദേഹം പേരിട്ടു കമ്മ്യൂണിസ്റ്റ് ലീഗ്. ഈ കമ്മ്യൂണിസ്റ്റ് ലീഗ് അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു സീക്രട്ട് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ്. എന്തുകൊണ്ട് സീക്രട്ട് എന്ന് ചോദിച്ചാൽ, അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ എതിർക്കപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ചൂഷണത്തിനിരയായിരുന്ന ഒരു വിഭാഗമാണ് കമ്മ്യൂണിസം. കാരണം കമ്മ്യൂണിസ്റ്റ് ആശയത്തെ എല്ലാവരും അത്രമേൽ എതിർത്തിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാരണം. ഇൻ 1847 the newly founded Communist League in London requested them to draft a theory and program to the organization. The draft theory became Communist Manifesto. അപ്പോൾ ഈ ഗ്രൂപ്പ് എംഗൽസിനോടും മാർക്സിനോടും ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ നമ്മുടെ ഈ ലീഗിന് വേണ്ടി, ഈ ഗ്രൂപ്പിന് വേണ്ടി ഒരു അടിസ്ഥാന ഗ്രന്ഥം അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഒരു മാർഗരേഖ രൂപീകരിക്കണം. ആ മാർഗരേഖയെ ബേസ് ചെയ്തിട്ട് വേണം നമ്മളുടെ ഈ പ്രസ്ഥാനം ഇനി മുന്നോട്ട് പോകാനായിട്ട്. ദ ബുക്ക് വാസ് പബ്ലിഷ്ഡ് ഇൻ ജാനുവരി 1848 ഇൻ ലണ്ടൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷം 1848 ലണ്ടനിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പുറത്തിറങ്ങി. The Communist Manifesto is a 50-page short booklet in German summarized the idea of Marx and Engels about the nature of society and politics. സമൂഹം എങ്ങനെയാണെന്നും ഈ സമൂഹത്തിൽ നടക്കുന്ന രാഷ്ട്രീയ ചിന്തകളും രാഷ്ട്രീയ രീതികളും എങ്ങനെയാണെന്ന് കാറൽ മാർക്സ് അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന പുസ്തകത്തിലൂടെ കൃത്യമായിട്ട് ജർമ്മൻ ലാംഗ്വേജിൽ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിച്ചു. ഇറ്റ് ഈസ് ഓൾസോ ആൻ അറ്റംപ്റ്റ് ടു എക്സ്പ്ലെയിൻ ദ ഗോൾസ് ഓഫ് മാർക്സിസം ആൻഡ് ദ ലേറ്റർ സോഷ്യലിസം. വെൻ റൈറ്റിംഗ് ദ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, മാർക്സ് ആൻഡ് ഏംഗൽസ് well explained how they thought capitalism was unsustainable and how the capitalist society that existed at the time of the writing would eventually be replaced by a socialist one. അവർ പറയാണ്, ക്യാപിറ്റലിസം എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഒന്നല്ല. ക്യാപിറ്റലിസത്തിന് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമായിരിക്കാം, പക്ഷേ അത് വളരെ ചുരുങ്ങിയ സമയത്തേക്കും വളരെ ചുരുങ്ങിയ ഒരു ഐഡിയയായിട്ട് മാത്രമേ അല്ലെങ്കിൽ ഒരു ഡെവലപ്മെൻ്റ് ആയിട്ട് മാത്രമേ കണക്കാക്കാനായിട്ട് പറ്റുള്ളൂ. കാലക്രമത്തിൽ ക്യാപിറ്റലിസം നശിക്കും. പിന്നീട് നിലനിൽക്കാൻ പോകുന്നത് ഇവരിപ്പോൾ പറയുന്ന ഈ ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ മാർക്സിയൻ ചിന്താഗതിയാണ്. അപ്പോൾ ലോകം ആ ഒരു രീതിയിലേക്ക് മാറണമെന്ന് മാർക്സും ഏംഗൽസും ഒരുമിച്ച് വാദിക്കുകയാണ്. When the writing the Communist Manifesto, Marx and Engels explain how they thought capitalism was unsustainable and how the capitalist society that existed at the time of the writing would eventually be replaced a socialist one. The publication of Communist Manifesto was a landmark in the history of socialism. Some scholars considered it as the birth certificate of scientific socialism. ഇപ്പോൾ ഇവർ പറയാണ്, സോഷ്യലിസത്തിന് മാത്രമേ ക്യാപിറ്റലിസത്തെ മറികടന്നുകൊണ്ട് കൃത്യമായിട്ടുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, നിലനിൽക്കപ്പെടുന്ന വികസനം കൊണ്ടുവരാൻ
കമ്മ്യൂണിസത്തിനെ അല്ലെങ്കിൽ സയൻറ്റിഫിക് സോഷ്യലിസത്തിനെ കഴിയൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 1848 ഒരു സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള സോഷ്യലിസ്റ്റ് ആശയം ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കപ്പെടുന്നത്. The manifesto called on the workers to overthrow capitalists, abolish private property and take over the means of production. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് കമ്മ്യൂണിസം ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ സോഷ്യലിസം എന്ന ആശയത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ക്യാപിറ്റലിസത്തെ മറികടക്കുക, അതിനെ പുറത്താക്കിക്കൊണ്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇല്ലാതാക്കുക. എല്ലാം സമൂഹത്തിൻ്റെയാണ്, എനിക്ക് മാത്രമായിട്ടൊന്നുമില്ല, എനിക്കും നിങ്ങൾക്കുമുള്ളത് എല്ലാവരുടേതുമാണെന്നുള്ള ബോധ്യത്തിലേക്ക് കൊണ്ടുവരണമെന്ന് പറയാൻ. ഒപ്പം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞിരുന്നു, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എൻ്റർപ്രണർ, ഇത് നാലും അധ്വാനിക്കുന്ന തൊഴിൽ വിഭാഗത്തിൻ്റെ കീഴിൽ നിലനിർത്തണം. എങ്കിൽ മാത്രമേ ഡെവലപ്മെൻറ്റ് സാധ്യമാവുകയുള്ളൂ. ഇറ്റ് ക്ലിയർലി എസ്റ്റാബ്ലിഷ്ഡ് ദ ഡിഫറൻസ് ഓഫ് കമ്മ്യൂണിസം ഫ്രം അതർ ഫോംസ് ഓഫ് സോഷ്യലിസം. The manifesto concludes, thus the proletarian have nothing to lose but their chains. ലോകത്തെ പിടിച്ചു കുലുക്കിയ ഏറ്റവും വലിയ വാചകം. They have a world to win, working men of all countries unite. കാൾ മാർക്സ് പറഞ്ഞു നിർത്തുന്ന വാചകമാണ്. ലോകത്തിൽ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് നഷ്ടപ്പെടാനായിട്ടൊന്നുമില്ല, ആകെ നഷ്ടപ്പെടാനുള്ളത് അവർക്കുള്ള കൈവിലങ്ങുകൾ മാത്രമാണ്. അത് നഷ്ടപ്പെടുത്തേണ്ടത് തന്നെയാണ്. ദെൻ നേടാനുള്ളത് പുതിയൊരു ലോകം. ഒപ്പം അദ്ദേഹം പറയുന്നു, സർവ രാജ്യ തൊഴിലാളികളെ സംഘടിക്കും. നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ മാത്രമേ നിങ്ങളെ ആർക്കും പിന്നെ മറികടക്കാൻ പറ്റില്ല. ഇതാണ് മാർക്സ് മുന്നോട്ട് വയ്ക്കുന്ന ആശയം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലൂടെ. ദാസ് ക്യാപിറ്റൽ, അദ്ദേഹത്തിൻ്റെ അടുത്ത പുസ്തകം, അതിൽ അദ്ദേഹം പറയുന്നു, ദാസ് ക്യാപിറ്റൽ, ഫുൾ ടൈറ്റിൽ ക്യാപിറ്റൽ എ ക്രിട്ടിക് ഓഫ് പൊളിറ്റിക്കൽ ഇക്കണോമി, വാസ് എ ക്രിട്ടിക് ഓഫ് ക്യാപിറ്റലിസം. ഇറ്റ് ലേസ് ഫോർത്ത് മാർക്സ് തിയറി ഓൺ കമ്മോഡിറ്റീസ്, ലേബർ മാർക്കറ്റ്സ്, ദ ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് എ ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ റേറ്റ് ഓഫ് റിട്ടേൺ ടു ഓണേഴ്സ് ഓഫ് ക്യാപിറ്റൽ. ക്യാപിറ്റലിന് കിട്ടേണ്ട റിട്ടേൺ, അതായത് നമ്മളൊരു മുതൽ സൊസൈറ്റിയിൽ ഇറക്കുമ്പോൾ, സമൂഹത്തിൽ ഇക്കോണമിയിൽ ഇറക്കുമ്പോൾ അതിന് കിട്ടേണ്ട ഔട്ട്കം എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ബോധ്യം ഉണ്ടായിരിക്കും. ആ ഔട്ട്കം എങ്ങനെയായിരിക്കണം, എത്രത്തോളം ആയിരിക്കണം എന്നുള്ളതാണ് ഇവിടെ മാർക്സ് പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഹി എക്സ്പൗണ്ടഡ് ഹിസ് തിയറി ഓഫ് ദി ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം, ഇറ്റ്സ് ഡൈനാമിസം ആൻഡ് ഇറ്റ്സ് ടെൻഡൻസീസ് ടുവേർഡ്സ് സെൽഫ് ഡിസ്ട്രക്ഷൻ. He described his purpose as to lay bare the economic law of motion of modern society. The first volume was published in Berlin in 1867. 1867 അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പുസ്തകമായിട്ടുള്ള ദാസ് ക്യാപിറ്റൽ. അദ്ദേഹം അതിലൂടെ കൃത്യമായിട്ട് പറയുകയാണ്, ക്യാപിറ്റൽ എന്നതിനെ ഒരു സിംഗിൾ വ്യക്തിയുടെ കൈകളിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അതെങ്ങനെ സോഷ്യൽ ഡിസ്ട്രക്ഷന്, സമൂഹത്തിൻ്റെ തന്നെ നാശത്തിന് കാരണമായി തീരുന്നു എന്നുള്ള ആശയമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ദ സെക്കൻഡ് ആൻഡ് തേർഡ് വോളിയംസ് എഡിറ്റഡ് ബൈ ഹിസ് കൊളാബറേറ്റർ ഫെഡറിക് എയ്ംഗൽസ് were published posthumously in 1885 and 1894. ആദ്യത്തെ വോളിയം അദ്ദേഹം തന്നെ പബ്ലിഷ് ചെയ്തു, രണ്ടാമത്തെ വോളിയം എഡിറ്റ് ചെയ്തതും പബ്ലിഷ് ചെയ്തതും മാർക്സ് അല്ല, എയ്ംഗൽസ് ആണ്. കാരണം മാർക്സ് അതിനു മുൻപേ മരിച്ചു. പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണശേഷം 1885 1894 സെക്കൻഡ് ആൻഡ് തേർഡ് വോളിയംസ് ഓഫ് ദാസ് ക്യാപിറ്റൽ എന്ന പുസ്തകം പുറത്തിറങ്ങിയത്. മച്ച് ഓഫ് ദാസ് ക്യാപിറ്റൽ spells out Marx's concept of the surplus value of labor and its consequences for capitalism. ഈ ദാസ് ക്യാപിറ്റൽ എന്ന പുസ്തകത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച ഒരു ആശയം കൂടി കൊണ്ടുവരികയാണ്, സർപ്ലസ് വാല്യൂ. ഞാൻ മുൻപേ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു തൊഴിലാളി വർക്ക് ചെയ്താൽ ഉണ്ടാകുന്ന വാല്യൂ എത്രത്തോളമാണോ അതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും അവന് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ആൾ പണിയെടുത്താൽ, സാധാരണ വർക്കിംഗ് ടൈമിൽ പണിയെടുത്താൽ അവന് 10 ഷർട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. അവൻ അവൻ്റേതായിട്ടുള്ള കൂടുതൽ എഫേർട്ടും കൂടുതൽ വർക്കും ചെയ്ത്
15 ഷർട്ട് ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ ആ അഡീഷണൽ ആയിട്ടുള്ള 5 എണ്ണത്തിനെയാണ് സർപ്ലസ് എന്ന് പറയുന്നത്. ഈ സർപ്ലസ് വാല്യൂവിൻ്റെ മുഴുവൻ ലാഭവും ഇതുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലാളിക്കുള്ളതാണ്. അതൊരു കാരണവശാലും മുതലാളിക്ക് അവകാശപ്പെടാനായിട്ട് പറ്റില്ല. അപ്പോൾ ആ സർപ്ലസ് വാല്യൂ അത് കൃത്യമായിട്ട് തൊഴിലാളിക്ക് ലഭ്യമാക്കണമെന്ന് മാർക്സ് ആവശ്യപ്പെട്ട പുസ്തകമാണ് ദാസ് ക്യാപിറ്റൽ. ഹി മെയിൻറ്റൈൻഡ് ദാറ്റ് വിത്തിൻ ദ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം ലേബർ വാസ് എ മിയർ കമോഡിറ്റി ദാറ്റ് കുഡ് ഗെയിൻ ഓൺലി സബ്സിസ്റ്റൻസ് വേജസ്. ഇവിടെ അദ്ദേഹം പറയാണ്, ഇവിടെ തൊഴിലാളിയായിട്ട് പണിയെടുക്കുന്നവന് നിലനിന്ന് പോകാനുള്ള ശമ്പളം മാത്രമേ കിട്ടുന്നുള്ളൂ, അവന് കൂടുതലായിട്ടൊന്നുമില്ല. പക്ഷെ മുതലാളി കൂടുതലായിട്ട് ലാഭം ഉണ്ടാക്കുന്നു, മുതലാളിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലേക്ക് അയാൾ ഈ സമൂഹത്തിൽ നിന്ന് ലാഭം നേടിയെടുക്കുന്നു. പക്ഷേ ഈ ലാഭത്തിൻ്റെ ഒരു വിഹിതം തൊഴിലാളിക്ക് അവകാശപ്പെട്ടതാണെന്നാണ് മാർക്സ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയം എന്ന് പറയുന്നത്, ആദ്യം ക്രിസ്ത്യൻ സോഷ്യലിസം ചർച്ച ചെയ്തു. ക്രിസ്ത്യൻ സോഷ്യലിസം വളരെ ചെറിയൊരു ഐഡിയോളജിയാണ്. ക്രിസ്തു പറഞ്ഞതുപോലെ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുകയും ഈക്വലി ഷെയർ ചെയ്യുകയും എല്ലാവർക്കും ഒരേപോലെ തന്നെ ലഭിക്കുന്ന ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്തെടുക്കുക. അതാണ് ക്രിസ്തു പറഞ്ഞ ക്രിസ്ത്യൻ സോഷ്യലിസം. ഇതിൻ്റെ വേരുകൾ പണ്ട് തൊട്ടേ ക്രിസ്ത്യാനിറ്റിയിലുള്ളതാണ്. സോഷ്യലിസം എന്ന ആശയത്തിൻ്റെ വേരുകൾ പണ്ട് തൊട്ടേ ക്രിസ്ത്യാനിറ്റിയിലുള്ളതാണ്. ചാർട്ടിസ്റ്റ് മൂവ്മെൻറ്റ് അവസാനിച്ചതോടുകൂടി അല്ലെങ്കിൽ അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് പുതിയൊരു മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതാണ് ക്രിസ്ത്യൻ സോഷ്യലിസം എന്ന് പറയുന്നത്. അതിന് നേതൃത്വം കൊടുത്ത പ്രധാന വ്യക്തികൾ ആരൊക്കെയാണെന്നുള്ളത് നമ്മളിവിടെ ഓൾറെഡി കണ്ടു കഴിഞ്ഞാണ്. ആ വ്യക്തികളുടെ പ്രാധാന്യം, അവരെങ്ങനെ ക്രിസ്ത്യൻ സോഷ്യലിസം ഒരു മറുമരുന്നാണ്, ക്യാപിറ്റലിസത്തിനുള്ള മറുമരുന്നാണ് എന്ന് എങ്ങനെ സ്ഥാപിച്ചെടുത്തു എന്നുള്ളതാണ് നമ്മൾ ആ ഭാഗത്ത് ചർച്ച ചെയ്ത്. പിന്നീട് നമ്മൾ ചർച്ച ചെയ്ത വിഷയം മാർക്സിയൻ സോഷ്യലിസമാണ്. അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് അർഹമായിട്ടുള്ള പ്രാധാന്യം ലഭിക്കണമെന്ന് മാർക്സ് ആവശ്യപ്പെട്ട പുസ്തകമാണ്, അല്ലെങ്കിൽ ആവശ്യപ്പെട്ട ഐഡിയോളജിയാണ് മാർക്സിയൻ സോഷ്യലിസം. അതിന് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന വ്യക്തിയാണ് ഫ്രെഡറിക് എംഗൽസ്. രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഈ ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ ആദ്യം കാൾ മാർക്സിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം ഒരു ജൂവിഷ് ഫാമിലിയിൽ ജനിച്ച വ്യക്തി, ജർമ്മനിയിലാണ് ജനനം, തുടർന്ന് പഠനം ജർമ്മനിയിൽ നിന്ന് തന്നെ നടക്കുന്നു, ഡോക്ടറേറ്റ് എടുക്കുന്നു. അധ്യാപനത്തിന് താല്പര്യമില്ലാത്തതുകൊണ്ട് അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു റാഡിക്കൽ തിങ്കറായിട്ട്, ഒരു ജേർണലിസ്റ്റായിട്ട് അദ്ദേഹം മാറുന്നു. പിന്നീട് പാരീസിലേക്ക് വരികയും പാരീസിൽ ഫ്രെഡറിക് എംഗൽസിനുമായിട്ട് കണ്ടുമുട്ടുകയും അവരുടെ ആശയം അവരാ രാജ്യത്ത് നിന്ന് പുറത്താക്കപ്പെടുകയും എന്നിട്ടും ആ ആശയത്തെ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അവർ തയ്യാറാവുകയും ചെയ്തു. മാർക്സ് ആശയത്തിൻ്റെ പിന്നാലെ നടന്നപ്പോൾ അവർ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ പുസ്തകത്തിൻ്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. അദ്ദേഹം ആശയത്തെ മുറുകെ പിടിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിലി ലൈഫ് പോവർട്ടിയിലും വളരെ ദാരിദ്ര്യത്തിലും കഴിയേണ്ടതായിട്ട് വന്നു. ഒരു പരിധിവരെ അതിനെ മറികടക്കാൻ ഫ്രെഡറിക് എംഗൽസ് അദ്ദേഹത്തെ സഹായിക്കുകയും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്തു. ഒരു പക്ഷേ ഫ്രെഡറിക് എംഗൽസിൻ്റെ സഹായം കൊണ്ടായിരിക്കാം മാർക്സിൻ്റെ ഫാമിലി പിന്നെയും മുന്നോട്ട് പോയിട്ടുള്ളത്. 1848 അദ്ദേഹം പുറത്തിറക്കിയ, മാർക്സ് ഒറ്റയ്ക്കല്ല, ഫ്രെഡറിക് എംഗൽസുമായിട്ട് കൂടിച്ചേർന്ന് പുറത്തിറക്കിയ പുസ്തകത്തിൻ്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. അവർ ഈ ആശയം മുന്നോട്ട് വയ്ക്കുന്നവർ തമ്മിൽ ചേർന്നുകൊണ്ട് ഒരു സംഘടനയ്ക്ക്, ഒരു കമ്മ്യൂണിസ്റ്റ് ലീഗിന് 1847 തുടക്കം കുറിക്കുന്നു. ആ ലീഗ് എംഗൽസിനെയും മാർക്സിനെയും ഏൽപ്പിക്കുകയാണ്. ഈ സംഘടനയ്ക്ക് ഒരു അടിസ്ഥാനം ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഈ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് ഒരു മാനിഫെസ്റ്റോ തയ്യാറാക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ നിയമങ്ങളും ഡോക്ട്രിൻസൊക്കെ കൂട്ടിച്ചേർത്തിട്ടുള്ളൊരു പുസ്തകം തയ്യാറാക്കണം. അങ്ങനെ 50 പേജ് വരുന്ന ഒരു വളരെ ചെറിയൊരു പുസ്തകം അവർ തയ്യാറാക്കുകയാണ്. അതാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പിന്നീട് അറിയപ്പെടുന്നു. കമ്മ്യൂണിസത്തിൻ്റെ അല്ലെങ്കിൽ അധ്വാനിക്കുന്ന തൊഴിലാളി വിഭാഗത്തിൻ്റെ ബൈബിൾ എന്ന രീതിയിലും അറിയപ്പെടുന്നത് ഇതേ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന പുസ്തകം തന്നെയാണ്. രണ്ടാമത്തെ പുസ്തകമാണ് ദാസ് ക്യാപിറ്റൽ. ഇതിൻ്റെ ആദ്യത്തെ പബ്ലിക്കേഷൻ വരുന്നത് 1867 അത് മാർക്സും എംഗൽസും കൂടി നിർവഹിച്ചതാണെങ്കിൽ അതിൻ്റെ 2ഉം 3ഉം പതിപ്പുകൾ 1885 94 ഇറങ്ങിയത് എംഗൽസ് ആണ് എഡിറ്റ് ചെയ്തത്, എംഗൽസ് ആണ് പബ്ലിഷ് ചെയ്തത്. കാരണം മാർക്സ് അപ്പോഴേക്കും മരിച്ചിരുന്നു. ഈ പുസ്തകത്തിലൂടെ അവർ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആശയമാണ് സർപ്ലസ് വാല്യൂ. സർപ്ലസ് വാല്യൂയിലൂടെ അദ്ദേഹം പറയാനായിട്ട് ശ്രമിക്കുന്നത്, ഒരു തൊഴിലാളി വിഭാഗം അധ്വാനിച്ചുണ്ടാക്കുന്ന കൂടുതലായിട്ട് വരുന്ന വാല്യൂ, സർപ്ലസ്, അഡീഷണൽ വാല്യൂ എത്രയോ ആ വാല്യൂ തൊഴിലാളി വിഭാഗത്തിന് അവകാശപ്പെട്ടതാണ്.
അതിൽ മുതലാളിക്ക് യാതൊരു വിധത്തിലുള്ള വിഹിതവും ഇല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന പുസ്തകമാണ് ദാസ് ക്യാപിറ്റൽ. അപ്പോൾ ആ പുസ്തകത്തിലൂടെ, ആ ആശയത്തിലൂടെ അധ്വാനിക്കുന്ന തൊഴിലാളി വിഭാഗത്തിന് വേണ്ടി പരിശ്രമിക്കാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ നേട്ടത്തിനും ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കാനായിട്ട് മാർക്സും എംഗൽസും തയ്യാറാവുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗം നല്ല ഭംഗിയായിട്ട് നിങ്ങൾ പഠിക്കുക. ഒപ്പം തന്നെ കൊറോണ വൈറസിനെതിരെ ജാഗ്രതയോടുകൂടി ഇരിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. താങ്ക് യു.